നടരാജൻ. നടരാജമൂർത്തി എന്നത് ശിവന്റെ ഏറ്റവും ഗഹനമായ തത്വരൂപങ്ങളിലൊന്നാണ്. നട എന്ന നൃത്തം, രാജ എന്ന രാജാവ്, അതിനാൽ നൃത്തത്തിന്റെ അധിപനായ ശിവൻ എന്നാണ് നടരാജന്റെ അർത്ഥം. നടരാജന്റെ ഓരോ ഘടകത്തിനും ഓരോ അർത്ഥമുണ്ട്. അഗ്നി ഇടത് കൈയിൽ സംഹാരത്തിന്റെ പ്രതീകം, പഴയതിനെ ഇല്ലാതാക്കി പുതിയ സൃഷ്ടിക്ക് വഴിയൊരുക്കുന്നു. വലതു കൈയിൽ ഡമരു, സൃഷ്ടിയുടെ ആദ്യനാദം പ്രപഞ്ചത്തിന്റെ ഉദ്ഭവത്തെയും സമയത്തിന്റെ തുടക്കത്തെയും സൂചിപ്പിക്കുന്നു. അഭയമുദ്ര, ഭയപ്പെടേണ്ട എന്ന ദൈവിക സന്ദേശം ഭക്തന് സംരക്ഷണവും ആശ്വാസവും നൽകുന്നു. ഉയർത്തിയ ഇടതുകാൽ, മോക്ഷത്തിന്റെ പ്രതീകം, ആത്മാവിനെ ബന്ധങ്ങളിൽ നിന്ന് ഉയർത്തുന്നു. ചവിട്ടപ്പെട്ട അപസ്മാരൻ, അജ്ഞാനത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പ്രതീകം. ജ്ഞാനം അജ്ഞാനത്തെ ജയിക്കുന്നതിന് ഇത് സൂചിപ്പിക്കുന്നു. പ്രഭാമണ്ഡലത്തിലെ അഗ്നിവളയം, ജനനം, മരണം, പുനർജന്മം എന്നിവ ഉൾപ്പെടുന്ന പ്രപഞ്ചചക്രത്തെയും നിരന്തരമായ മാറ്റത്തെയും പ്രതിനിധീകരിക്കുന്നു. പാറിപ്പറക്കുന്ന ജടകൾ, ഗംഗയും ചന്ദ്രനും ഉൾക്കൊള്ളുന്ന ശിവന്റെ അനന്തശക്തിയുടെയും സർവവ്യാപിത്വത്തിൻ്റെയും പ്രതീകം. ഭഗവാൻ നടരാജന്റെ ആനന്ദതാണ്ഡവം ഒരു നൃത്തം മാത്രമല്ല, അത് പഞ്ചകൃത്യങ്ങളുടെ പ്രതീകമാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭാവം, അനുഗ്രഹം. അതുകൊണ്ടാണ് നാമെല്ലാം നടരാജമൂർത്തിയെ കാണുമ്പോൾ ഒരു വിഗ്രഹം മാത്രമല്ല, മുഴുവൻ പ്രപഞ്ചവും ഒരു ദൈവീക താളത്തിൽ നൃത്തം ചെയ്യുന്നുവെന്ന ശൈവതത്വം നാം ദർശിക്കുന്നത്. ലോകം മുഴുവൻ ശിവന്റെ നൃത്തമാണ്. ആ നൃത്തത്തിൻ്റെ താളം തിരിച്ചറിയുന്നതാണ് ശിവജ്ഞാനം. ഇതാണ് എനിക്ക് ശൈവാന്വേഷികളോടായി പറയാനുള്ളത്. ഓം നമഃ ശിവായ.